പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. FCRA ഭേദഗതി ബിൽ അനാവശ്യമാണ്. അത് ജനാധിപത്യത്തിൻ്റെയും പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും കടക്കൽ കത്തിവെക്കുന്ന ഭീകര നിയമമാണ്. റോപ്പ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യം എന്ന നൂതന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൻ്റെ ആശയത്തിന് ഘടകവിരുദ്ധവുമാണ്. രാജ്യത്ത് ജനാധിപത്യമോ സ്വാതന്ത്ര്യമോ ഇല്ല എന്നതിൻ്റെ ദൃഷ്ടാന്തവുമാണ്. 1947 ലഭിച്ച സ്വാതന്ത്ര്യം രാജ്യത്തിനാണ്, ഭരണകൂടത്തിനാണ്, അധികാരികൾക്കാണ്. അത് പൗരന്മാർക്കല്ല എന്ന റോപ്പിൻ്റെ ദർശനത്തെ ഊട്ടിയുറപ്പിക്കുന്ന രാജധാർഷ്ട്യമാണ് അത്. ഇത്തരം ധാർഷ്ട്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരു പോംവഴി മാത്രമേയുള്ളൂ. അത് ജനാധിപത്യമാണെന്ന് സകല പൗരന്മാരും തിരിച്ചറിയണം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വിഭജനം അവസാനിപ്പിക്കണം എന്ന ആഹ്വാനം ചെയ്യുമ്പോൾ പൗരന്മാർക്ക് അത് മനസ്സിലാകാത്തത് കഷ്ടമാണ്. ഭാരതത്തിൽ ഇന്നും നടക്കുന്നത് രാജഭരണമാണ്. യഥാർത്ഥ ജനാധിപത്യമോ സ്വാതന്ത്ര്യമോ അല്ലെന്ന് സകലരും തിരിച്ചറിയണം. FCRA റദ്ദ് ചെയ്യാൻ ഭരണകൂടത്തിന് അവകാശം നൽകരുത്. അതുപോലെ തന്നെ FCRA മുഖേന ക്ഷേമസംഘങ്ങൾ നേടുന്ന ധനവും ആസ്തിയും തട്ടിയെടുക്കാൻ ഭരണകൂടത്തിന് അവകാശമില്ല. ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ ഭരണകൂടങ്ങൾ ഭീകര സംഘങ്ങളായി അധപ്പതിക്കരുത്. പൗരൻ നൽകുന്ന ഔദാര്യം മാത്രമാണ് ഭൂരിപക്ഷം എന്നും ഏവർക്കും ബോധ്യം വേണം. ഇന്ന് രാജ്യത്ത് നടക്കുന്നത് ദുർഭരണമാണ്. ദുർഭരണത്തിന്റെ തെളിവാണ് ഭരണകൂട കടന്നാക്രമങ്ങൾ. ഈ ഒരു കാര്യത്തിൽ എന്നല്ല, സകലതിലും ഭരണകൂടം അധികാരം കൈയാളരുത്. FCRA നിയമത്തിൽ പൗരനോ സംഘങ്ങളോ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ മറ്റേതൊരു നിയമം പോലെ അതിനെതിരെ കേസ് കൊടുക്കാൻ ഭരണകൂടത്തിന് അധികാരമുണ്ട്. സാധാരണ നിലയ്ക്കുള്ള ജുഡീഷ്യൽ സ്ക്രൂട്ടനിങ്ങിന് വിധേയമായി നിയമലംഘനം നടത്തിയവരെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്നതുമാണല്ലോ. ആധുനിക ഇന്ത്യയിൽ പക്ഷകൂട പങ്കിലതമായാണ് നടമാടുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രാഷ്ട്രീയപക്ഷവും ജാതിപക്ഷവും ആണ് മുഴച്ചു നിൽക്കുന്നത്. നീതിയോ നീതിത ബോധ്യമോ രാജ്യത്ത് അന്യമാകുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് മതത്തിന്റെ പേരിലായാലും സേവനത്തിന്റെ പേരിലായാലും FCRA ധനം നിഷേധിക്കുന്നത് ഭരണകൂടത്തിന് അവകാശമില്ല. ലോക ദാരിദ്ര്യ സൂചികയിൽ 100-ലധികം സ്ഥാനത്ത് നിൽക്കുകയും അതിദാരിദ്ര്യർ കോടാനുകോടികൾ ജീവിക്കുകയും സ്ഥലം, പാർപ്പിടം ഇവയൊന്നുമില്ലാത്ത ജനകോടികൾ പുലരുന്ന രാജ്യത്ത് അവരുടെ അവകാശം നിഷേധിക്കാൻ ശീതീകരണശാലയിൽ അന്തി ഉറങ്ങുന്ന കോമാളികൾക്ക് അവകാശമില്ലെന്നും മനസ്സിലാക്കണം. ഭരണകൂടമായി എഴുന്നള്ളുന്ന പതിത രാജാക്കൾ ആദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യട്ടെ, സകലർക്കും അന്തി ഉറങ്ങാനുള്ള കൂരകൾ നിർമ്മിക്കട്ടെ, ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം FCRA തന്നെ അബോളിഷ് ചെയ്യാവുന്നതാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും FCRA തുകയോ ആഭ്യന്തര CSR തുകയോ ഡൊണേഷൻ തുകയോ ഉപയോഗിച്ച് വിധ്വംസക പ്രവൃത്തികൾ അനുവർത്തിക്കുകയായാൽ ആയത് ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ്. അതിന് നിലവിൽ ഉചിതമായ നിയമങ്ങൾ ഉണ്ട് താനും. ഭരണകൂടങ്ങൾ അധികാരകൂടങ്ങളായി അധപ്പതിക്കരുത്. അത് ക്ഷേമകൂടങ്ങളായി പ്രശോഭിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഒരു സർക്കാർ ഉണ്ടായാൽ അത് പാർട്ടിക്കാരുടെയോ അധികം വോട്ടു നൽകിയ ജാതിക്കാരുടെയോ വകയല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള സകലർക്കും ബോധ്യം വേണം. ഇന്നത്തെ FCRA ഭേദഗതി വിരുദ്ധപക്ഷത്തെ നശിപ്പിക്കാനും എതിർജാതികളെ തച്ചുടയ്ക്കാനുമുള്ള ഒരു കുതന്ത്രമാണ്. ഇത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ഇത്തരം കടന്നാക്രമങ്ങൾ മേലിലും രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടാകും. അത്തരം പൈശാചികതകളെ ഇല്ലാതാക്കാൻ
ജനാധികാര ജനാധിപത്യം എന്ന രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിന് പക്ഷപാതികളും യാചകരും ആകാതെ സകലരും നീതിബോധ്യമുള്ളവരായി ആർജവം കൊള്ളേണ്ടതുമുണ്ട്. പ്രിയരെ, ഒരു കാലത്ത് രാജ്യത്ത് പട്ടിണി മരണം ഇല്ലാതാക്കാൻ അമേരിക്കൻ മാവും പാം ഓയിലും ആണ് ഉപകരിച്ചത്. അതുപോലെ വിദേശ പണവും വി പി സിംഗും ചന്ദ്രശേഖരും ഭരിച്ചിരുന്നപ്പോൾ ഫോറിൻ റിസർവ് ഇല്ലാത്തതിനാൽ സ്വർണം പണയം വെച്ച കഥയും ആരും മറക്കരുത്. FCRA ഫണ്ടും ഫോറിൻ റിസർവിന്റെ വർധനയ്ക്ക് കാരണമാകുന്നുമുണ്ട്. അധികാരിയുടെ പൗരുഷം കാണിക്കണമെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ടത് ലോക സമാധാനത്തിനായി മുന്നോട്ടിറങ്ങുകയാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് മേലിൽ യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ കയറ്റുമതി ചെയ്യുകയോ ഇല്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവമാണ്. അതിലധികം പ്രാധാന്യം ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ പക്ഷമോ ഇസ്രായേൽ പക്ഷമോ അല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. നിഷ്പക്ഷത പുലർത്താനുള്ള ശക്തിയും നയവുമാണ് വേണ്ടത്. അല്ലാതെ അഷ്ടിക്ക് വകയില്ലാത്ത ഹതഭാഗ്യവന്മാരുടെ പട്ടിണിക്കാരകായ കോലങ്ങളാക്കുക അല്ല. അതിനുവേണ്ട കുൽസിത പ്രവൃത്തികളല്ല. അത് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അരുതുകയും പാടില്ല. അതുകൊണ്ട് ഭാരതത്തിന്റെ ദാർശനിക ബോധ്യത്തിൽ, ഒരു പൗരാണിക ദാർശനിക ബോധ്യത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഹീനവർഗീയതയെ പടുത്തുയർത്താൻ ഭരണകൂടം ശ്രമിക്കരുത്. അതുകൊണ്ട് ദയവായി ഇത് മാറ്റം വരുത്തണം. മാറ്റം വരുത്തോടൊപ്പം തന്നെയല്ല, ഇതുപോലെയുള്ള കെടുതികളിൽ ഈ പെടാതിരിക്കാൻ നമ്മൾ കരുതലുള്ളവരായിരിക്കണം. അതെങ്ങനെ കരുതലുള്ളവരായിരിക്കണമെന്ന് റോപ്പ് ഇന്ത്യയുടെ ഒരു മാനിഫെസ്റ്റോയിൽ വിശകലനം ചെയ്തിട്ടുണ്ടെന്നും കൂടി പ്രസ്താവിച്ചുകൊള്ളുന്നു. സ്വാമി ഗുരുശ്രീ. എല്ലാവർക്കും നമസ്കാരം.